ഹായ് ഫ്രണ്ട്സ്, SSLC ഫിസിക്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററായ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അഥവാ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് എന്താ പറഞ്ഞത്? ജൂൾ നിയമം അല്ലേ? നമുക്ക് ടെക്സ്റ്റ് നോക്കാം. ജൂൾ നിയമത്തിൽ ഇക്വേഷൻ എന്തായിരുന്നു? H is equal to I square RT. അവിടെ H എന്ന് പറയുന്നത് ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദി കണ്ടക്ടർ, ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം, യൂണിറ്റ് ജൂൾ, റെപ്രസെന്റ് J, ക്യാപിറ്റൽ ലെറ്റർ J. I കറണ്ട് ഇൻ ദ കണ്ടക്ടർ, ചാലകത്തിന്റെ വൈദ്യുത പ്രവാഹ തീവ്രത, യൂണിറ്റ് ആംപിയർ, ക്യാപിറ്റൽ A. R റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ, യൂണിറ്റ് ഓം, ചാലകത്തിന്റെ പ്രതിരോധം. T ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്, യൂണിറ്റ് സെക്കൻഡ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ജൂൾ നിയമവും ഓം നിയമവും കമ്പയർ ചെയ്യാനാണുള്ളത്. അതിൽ ഓം നിയമം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, അതൊന്നും കൂടെ പറയുന്നില്ല, ഇക്വേഷൻസ് മാത്രം പറയാം. അവിടെ പറയുന്നത് V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I, V is equal to I into R. അതിൽ ഐൻ്റെയും ആറിൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓംസ് പിരമിഡ് അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതിൻ്റെ അകത്ത് VIR ഇതേപോലെ എഴുതുക. എന്നിട്ട് നമുക്ക് ഐ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഐ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ബാക്കിയുള്ളത് V/R, I is equal to V/R. നെക്സ്റ്റ് ആറാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതെങ്കിൽ ആർ ഒന്ന് ഹൈഡ് ചെയ്യുക, R is equal to V/I. അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഇനി ഓം നിയമപ്രകാരമുള്ള I is equal to V/R, ഇക്വേഷൻ നമ്പർ 1, R equal to V/I, ഇക്വേഷൻ നമ്പർ 2. ഇത് ജൂൾ നിയമപ്രകാരമുള്ള H is equal to I square RT എന്ന സമവാക്യത്തിൽ ആരോപിച്ചാൽ നമുക്ക് ഡിറൈവ് ചെയ്തിട്ട് Hന് രണ്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാനുണ്ട്. അതാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ ഇക്വേഷൻ ഏതാ പറഞ്ഞത്? I is equal to V/R. ഓംസ് ലോ പ്രകാരം I is equal to V/R. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. നെക്സ്റ്റ് H is equal to I square RT. ഈ ഇക്വേഷനിൽ ഐക്ക് പകരം നമ്മൾ V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നോക്കാം. H is equal to I സ്ക്വയർ ഇല്ലേ, V/R സ്ക്വയർ ഉള്ളതുകൊണ്ട് ഹോൾ സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T. നെക്സ്റ്റ് H is equal to V/R ഹോൾ സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T. അവിടെ V സ്ക്വയർ ബൈ R ഇൻറ്റു R അങ്ങനെ എഴുതാം. V സ്ക്വയർ ബൈ R ഇൻറ്റു R, ബാക്കി ഇൻറ്റു R ഇൻറ്റു T. അവിടെ ഒരാറും കട്ട് ചെയ്ത് പോവും. ബാക്കി V സ്ക്വയർ ബൈ R ഇൻറ്റു T. H is equal to V സ്ക്വയർ ബൈ R ഇൻറ്റു T. ഇക്വേഷൻ കിട്ടി. എച്ചിനൊരു പുതിയ ഇക്വേഷൻ കിട്ടി. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? ഒന്നും കൂടി എഴുതാം. R equal to V/I. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഓംസ് ലോ പ്രകാരം R is equal to V/I.
then h is equal to I square r t. ഇവിടെ r പകരം v by I എന്ന് കൊടുക്കുക. h is equal to I square v by I into t. Next h is equal to I square എന്ന് നമുക്ക് I into I എന്ന് എഴുതാം. I into I into ബാക്കി v by I into t into v by I into t. അവിടെ ഒരു ഐയും കട്ട് ചെയ്യുക. ബാക്കിയുള്ളത് h is equal to I v t എന്ന് റീഅറേഞ്ച് ചെയ്താൽ h is equal to v I t. നമുക്ക് h-ന് നെക്സ്റ്റ് വേറൊരു ഇക്വേഷനും കൂടി കിട്ടി. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ട് ഇക്വേഷൻ. അവിടെ രണ്ട് ഇക്വേഷൻസ് ഇവിടെ എടുത്തെഴുതി. h is equal to v square by r into t, h is equal to v I t. ഓം നിയമം നമ്മൾ പറഞ്ഞിട്ട് ഡെറൈവ് ചെയ്ത ഇക്വേഷൻ ആയിരുന്നു ഇത്. ഫസ്റ്റ് നമ്മൾ ജൂൾസ് നിയമം അനുസരിച്ച് h is equal to I square r t. ദെൻ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ h is equal to v square by r into t, h is equal to v I t. ഇത്രയും പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് വൈദ്യുത പവറിനെ കുറിച്ചാണ് പറയാനുള്ളത്. ടെക്സ്റ്റ് നോക്കിയാൽ നമുക്ക് പേജ് നമ്പർ 21-ലാണ് ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് പാഠത്തിന്റെ ഏകദേശം അവസാന ഭാഗത്താണ്. നമ്മളിത് ഇവിടെ പറയാൻ കാരണം നമ്മളിപ്പോൾ h-ന് ഇവിടെ 3 ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതുപോലെ പവറിനും 3 ഇക്വേഷൻ കണ്ടുപിടിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിത് രണ്ടും കമ്പയർ ചെയ്തിട്ട് എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ടെക്സ്റ്റ് നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് വായിച്ചു നോക്കാം. ഒരു ഉപകരണത്തിൽ 500 വാട്ട്സ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു വൈദ്യുത ഉപകരണം വൈദ്യുതി ഉപയോഗിച്ച് പ്രവൃത്തി ചെയ്യുകയാണല്ലോ. അതുകൊണ്ട് ആ വൈദ്യുത ഉപകരണത്തിന് ഒരു പവർ ഉണ്ടായിരിക്കും. ഡെഫിനിഷൻ നോക്കാം. വൈദ്യുത പവർ യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് വൈദ്യുത പവർ. യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് വൈദ്യുത പവർ. അതിൻ്റെ ഇക്വേഷൻസ് വരുന്നത് എന്താണ്? പവർ എന്ന് പറയുന്നത് P is equal to പ്രവൃത്തി ബൈ സമയം. പ്രവൃത്തി ബൈ സമയം. വർക്ക് ബൈ ടൈം. വർക്കിനെ നമ്മൾ W എന്ന് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ P is equal to W by T. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോൾ 2 പേർക്ക് നമ്മളൊരു വർക്ക് കൊടുക്കുന്നു. അതിൽ ആരാണോ കുറഞ്ഞ സമയത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്കാണ് പവർ കൂടുതൽ എന്ന് പറയുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പ്രവൃത്തി എന്തായിരുന്നു? നമ്മൾ ഹീറ്റ് ഉണ്ടാക്കിയതല്ലേ. അപ്പൊ നമുക്ക് W is equal to H എന്ന് എഴുതാം. P is equal to W by T. H is equal to അല്ലെങ്കിൽ P is equal to W by T, that is equal to H by T. H is equal to I square RT by Joule's law. H is equal to I square RT. അത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്താൽ P is equal to I square R into T by T. അവിടെ ഈ 2t കട്ടായി പോവും. ബാക്കി വരുന്നത് P is equal to I square R. P is equal to
ഐ സ്ക്വയർ ആർ. അതാണ് പവറിന്റെ ഇക്വേഷൻ. യൂണിറ്റ് വാട്ട്സ്, ക്യാപിറ്റൽ W കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്താണ്, വൈദ്യുത പവറും ഓം നിയമം അത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യുന്നു. P is equal to I square R എഴുതിയിട്ടുണ്ട്. ബൈ ഓംസ് ലോ V is equal to IR. ഓംസ് പിരമിഡ് കാണിച്ചിട്ടുണ്ട്. ഐയുടെ ഇക്വേഷൻ I is equal to V by R. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. R is equal to V by I. ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. ഇനി ഓം നിയമപ്രകാരമുള്ള ഇക്വേഷൻ 1ൽ ഇക്വേഷൻ 2 കൊടുത്താൽ അല്ലെങ്കിൽ സമവാക്യത്തിൽ ആരോപിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ ഇക്വേഷനാണ് കൊടുക്കുന്നത്. P is equal to I square R by Ohm's law. I is equal to V by R. I സ്ക്വയറിന് പകരം V by R കൊടുക്കാം. V by R all square into R. ഇവിടെ 2 R ഉണ്ടല്ലോ, ആ 2 R നമുക്ക് കട്ട് ചെയ്തൂടെ? 2 R കട്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് കിട്ടുക P is equal to V square by R. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആണ് R equal to V by I. P is equal to I square R-ൽ R-ന് പകരം V by I എന്ന് കൊടുക്കുക. എന്ത് കിട്ടും? P is equal to I square into V by I. അവിടെയും I സ്ക്വയർ ഉണ്ട്, അതിനെ നമുക്ക് I into I എന്ന് എഴുതിക്കൂടെ? I into I എന്ന് എഴുതാം. നെക്സ്റ്റ് നമുക്ക് കിട്ടുക ഒരു ഐയും ഐയും ക്യാൻസൽ ആയി പോവും. ഒരു ഐയും ഐയും ക്യാൻസൽ ആയി പോവും. ഐ ക്യാൻസൽ ആയി പോയി. നെക്സ്റ്റ് P is equal to I into V. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ P is equal to V I എന്ന് കിട്ടും. നമുക്കിനി 3 ഇക്വേഷൻസും ഒന്ന് എടുത്തെഴുതിയാലോ? 3 ഇക്വേഷൻസ് ഒന്ന് എടുത്തെഴുതിയാൽ P is equal to I square R, P is equal to V square by R, P is equal to V into I. ഇനി ചെയ്യുന്നത് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എച്ചിന്റെ ഇക്വേഷനും പിയുടെ ഇക്വേഷനും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എന്തൊക്കെയായിരുന്നു ഇക്വേഷൻ? എച്ചിൻ്റെത് ഒന്ന് H is equal to I square RT. നെക്സ്റ്റ് H is equal to V square by R into T. Then H is equal to V into I into T. Equations of P നോക്കിയാൽ P is equal to I square R, P is equal to V square by R, P is equal to V into I. നോക്കിയാൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇക്വേഷൻസ് ഓഫ് എച്ചിന്റെ ഇക്വേഷൻസിലെ ടി ഒഴിവാക്കിയിട്ടുള്ള ഇക്വേഷൻ ആണ് പവറിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചാൽ, നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ജൂൾസ് ലോ അല്ലേ, നമ്മൾ ജൂൾസ് ലോയും ബാക്കി 2 ഇക്വേഷൻസും പഠിച്ചാൽ നമുക്ക് പവറിന്റെ ഇക്വേഷൻ വീണ്ടും പഠിക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. ഒരു ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് പവറിന്റെ ഇക്വേഷൻ, എച്ചിന്റെ ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് പവറിന്റെ ഇക്വേഷനും പഠിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഈ പവറും കൂടെ പറയാൻ വേണ്ടി കാരണം. നിങ്ങളിത് ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി പഠിക്കുക.